ഹലോ ഫ്രണ്ട്സ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസിന് വേണ്ടി തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഏതായാലും PSCtalks യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് ക്രാഷ് കോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഏതായാലും ഈ കോഴ്സിനെ കുറിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ പറയാം. ഇവിടെ ഈ നോക്കുക, ഇതാണ് സിലബസ്. ഈ സിലബസിൽ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി 5 മാർക്കാണ്. നമ്മൾ ആ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കാം. ഇവിടെ 5 മാർക്കിൻ്റെ ഹിസ്റ്ററിക്ക് ഇവിടെ കേരള ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. സാധാരണഗതിയിൽ മെയിൻസിന് അതല്ലെങ്കിൽ കേരള PSCയുടെ പ്രിലിംസ് മെയിൻസിന് ഇവിടെ കേരള ഹിസ്റ്ററിന്ന് 2 മാർക്കാണ് ചോദിക്കുക. പക്ഷേ ഈ 2 മാർക്കിന് വേണ്ടി എത്രത്തോളം പഠിക്കണമെന്ന് നോക്കാം. വളരെ ഈ എൻഡെപ്തായിട്ട് തന്നെ പഠിക്കേണ്ടി വരും. 2 മാർക്കിന് വേണ്ടി ഇവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഒന്ന് ഈ നവോത്ഥാനം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഇന്ത്യ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ നോക്കേണ്ടത് ഗാന്ധിയൻ മൂവ്മെൻറ്റ്സും ഇന്ത്യൻ റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ എത്രയേ ഉള്ളൂ? 2 മാർക്ക് മാത്രമേ ഉള്ളൂ. ഇനി വേൾഡ് ഹിസ്റ്ററിയിൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒറ്റേ ഒരു മാർക്കേ ഉള്ളൂ. അതായത് ഈ ഇത്രയും ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, അതുപോലെ കേരള ഹിസ്റ്ററി ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 5 മാർക്കാണ്. ഈ 5 മാർക്ക് നമുക്ക് ആവശ്യമില്ല. നമുക്കിതിൽ എത്രയേ ഉള്ളൂ? ആ 5ൽ ഒരു 3 മാർക്ക് പിടിച്ചാൽ മതിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ ടൈം യൂട്ടിലൈസ് ചെയ്യണം. ഇനിയിപ്പോൾ വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. റിസൾട്ട് എന്തായാലും വരും. എന്തായാലും അതിന് ശേഷമാണെങ്കിൽ നമുക്ക് കുറഞ്ഞ സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിച്ചാൽ മതി. ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററിയിലാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഒന്ന് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. നിങ്ങൾ ഈ 2019 ശേഷമുള്ള ആ ഒരു ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ മതി. ഒന്ന് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് ചോദിക്കുക, 2 ഫ്രഞ്ച് റവല്യൂഷൻ, 3 റഷ്യൻ റവല്യൂഷൻ, പിന്നെന്നുള്ളത് ചൈനീസ് റവല്യൂഷൻ, മറ്റൊന്നുള്ളത് ഈ ഇത്രയും ഏരിയ മാത്രമാണ് ചോദിക്കുക. അതിനുശേഷമുള്ള ഈ സെക്കൻഡ് വേൾഡ് വാറോ അല്ലെങ്കിൽ UNO അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ധാരാളമായിട്ട് അവിടെ ചോദിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും, 1 മാർക്ക് കിട്ടും. പക്ഷേ ഇവിടെ നിന്നാണ് പെരിഫറലായിട്ടൊന്ന് പഠിച്ചു പോയാൽ മതി. ഇനി ഇതിലേക്ക് ഇൻഡെപ്തായിട്ട് പഠിച്ച്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കുറച്ച് കൃതികൾ അല്ലെങ്കിൽ ബുക്സിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ആ ബുക്കെല്ലാം പഠിച്ചു പോയിട്ട് നമുക്ക് എക്സാമിൽ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് മഹാമണ്ഡത്തിലാണ്. കാരണം ടോട്ടലി ഇത് 5 മാർക്കേ ഉള്ളൂ. അപ്പോൾ ആ 5 മാർക്കിൽ ഒരു 3 മാർക്ക് പിടിക്കാൻ വേണ്ട രീതിയിലുള്ള ഒരു പഠനം മാത്രമേ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ ആവശ്യമുള്ളൂ. ഇനി നിങ്ങൾ ജോഗ്രഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോഗ്രഫിയിൽ ഇതേപോലെ തന്നെ ഫിസിക്കൽ ജോഗ്രഫി ഉണ്ട്, പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ജോഗ്രഫി ഉണ്ട്, പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കേരള ജോഗ്രഫി ഉണ്ട്. ഇവിടെ എത്രയും മാർക്കുള്ളൂ? 5 മാർക്കേ ഉള്ളൂ. ഓക്കെ, ഈ 5 മാർക്കിലും അതായത് ഇത് വൈഡ് സിലബസ് ആണ് ജോഗ്രഫിയുടേത്. അതിൽ തന്നെ നമുക്ക് 5 മാർക്കിൽ എത്ര മാത്രം നോക്കിയാൽ മതി? ഒരു 3-4 മാർക്ക്, ചില 1 മാർക്ക് ചിലപ്പം ഫിസിക്കൽ ജോഗ്രഫിയുടെ നമുക്ക് വിടേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഈ യൂണിവേഴ്സിറ്റി മെയിൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി എത്ര മാർക്ക് വേണ്ടി വരണം? ഒരു 60-70 മാർക്ക് ഉണ്ടെങ്കിൽ ധാരാളം മതി. നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും, നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് സർവീസ് പ്രവേശിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. കാരണം 100-ൽ 100 മാർക്ക് വാങ്ങാൻ ആർക്കും സാധ്യമല്ല. 100-ൽ 90 പോലെ ഇപ്പോഴത്തെ രീതിയിൽ, അതായത് പണ്ട് 1 വേർഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ സാധ്യമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ രീതിയിൽ 100-ൽ ഒരു 80 മാർക്ക് തന്നെ വാങ്ങിക്കഴിഞ്ഞാൽ 1-ാം റാങ്ക് ഉണ്ടാവും. 80 മാർക്കൊന്നുമല്ല ഞാൻ പറയുന്നത്, അതിലും താഴെ ആയിരിക്കും. കാരണം ഇത് ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ കഴിഞ്ഞ ഈ ഇടയ്ക്ക് നടന്ന എല്ലാ ലിസ്റ്റിലും, അതായത് 10ഓളം മെയിനായിട്ടുള്ള ഡിഗ്രി ലെവൽ ലിസ്റ്റുകളിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ നാഷണൽ സേവിങ് അടക്കം സെക്രട്ടറി അസിസ്റ്റൻ്റുള്ള ലിസ്റ്റുകളിലൊക്കെ ഞാൻ റാങ്ക് ലിസ്റ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ധൈര്യത്തോടെ എനിക്ക് പറയാൻ പറ്റും, ഇത് വേണ്ട രീതിയിൽ പഠിച്ചാൽ, ഒപ്പം തന്നെ കുറച്ച് എലിമിനേഷൻ ടെക്നിക്സ് മറ്റ് ലോജിക്കൽ സോൾവിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ ജോഗ്രഫിയുടെ കാര്യത്തിലാണെങ്കിലും ഒരു അമിത ശ്രദ്ധ ഇവിടെ ആവശ്യമില്ല. ഓക്കെ, കാരണം നിങ്ങൾ പ്രിലിംസിന് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ട് ഒരു PSC പഠിക്കുന്നതിന് എന്തായാലും ഹിസ്റ്ററി അറിയാം, ജോഗ്രഫിയൊക്കെ അറിയായിരിക്കും. ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. അതല്ലാതെ ഓക്കെ സിലബസ് ഉണ്ട്, ആ സിലബസ് അങ്ങ് മുഴുവൻ പഠിച്ചേക്കാം എന്ന് വിചാരിക്കരുത്. കാരണം ഈ സിലബസ് എന്തായാലും ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, 6 മാസം എടുക്കും ഈ സിലബസ് മൊത്തം പഠിച്ചു തീർക്കാൻ. അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതി വിജയിക്കാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് 6 മാസം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എഫക്റ്റീവായിട്ട് തന്നെ പഠിച്ചു പോകണം. എക്കണോമിക്സിലാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് 5 ഇയർ പ്ലാനാണ്. അപ്പോൾ അത് നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ബാക്കി കുറച്ച് കാര്യം ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നീതി ആയോഗ് എന്നൊക്കെ കറക്റ്റായിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അങ്ങനെ ഫോക്കസ് ഏരിയ നോക്കി പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ മാർക്ക് പിടിക്കാവുന്നേ ഉള്ളൂ. ഈ മറ്റൊന്നുള്ള ഇന്ത്യൻ ഭരണഘടനയാണ്. നോക്കുന്നതിൻ്റെ സിലബസ് നോക്കുക, ഇത്രയും വൈഡായിട്ടുള്ള സിലബസാണ്. ഇത് മുഴുവൻ പഠിക്കണമെങ്കിൽ ലക്ഷ്മി എന്നുള്ള ബുക്ക് മുഴുവൻ എടുത്തിരുന്ന് പഠിക്കണം. നിങ്ങൾ നോക്കിയാൽ 100-300 പേജുള്ളൊരു ബുക്കാണ്. ആ ബുക്ക് മുഴുവൻ പഠിച്ചു പോയിട്ട് എത്ര മാർക്കേ ഉള്ളൂ? 5 മാർക്കേ ഉള്ളൂ. അതിൽ നല്ലത് എന്താണ് ചെയ്യുന്നത്? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുക. 2019 ശേഷം വന്ന ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മളത് ചെയ്യും, തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്യും. ആ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായ കാര്യം എന്ന് പറഞ്ഞാൽ, ചില ഏരിയ ഫോക്കസ് ചെയ്തുമാണ് കേരള PSC ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ സിലബസിൽ മുഴുവൻ ചോദിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇതിലാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അതുപോലെ DPSP നിർദ്ദേശ തത്വങ്ങൾ, അവിടെ നിന്നാണ് ചോദ്യം വരുന്നത്. ഈ ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, അങ്ങനെ മറ്റു കുറച്ച് ഏരിയാസ് ഉണ്ട്, അത് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
ഇനി താഴേക്ക് വരുമ്പോൾ അടുത്താണ് കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. 5 മാർക്കുള്ള ഒരു ഏരിയ ആണ്. ഇതൊരു പുതിയ ഏരിയ ആണ്. കഴിഞ്ഞ വർഷമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് ആദ്യ 2021 ഡിഗ്രി പ്രിലിംസിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആണെങ്കിൽ കൂടിയും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കേരള പ്ലാനിംഗ് ബോർഡിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ മെറ്റീരിയൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് മാത്രമല്ല നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇംഗ്ലീഷിൽ കണ്ടന്റ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ തന്നെയാണെങ്കിലും കുറച്ച് സ്കീമുകളാണ് ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കുക. അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അങ്ങനെ ഫോക്കസ് ആയിട്ടുള്ള ഏരിയകൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നോക്കുക, ലൈഫ് സയൻസിലേക്ക് വരിക. ഈ ലൈഫ് സയൻസിൽ എത്ര മാർക്കേ ഉള്ളൂ? 3 മാർക്കേ ഉള്ളൂ. ഇതിൽ ആദ്യത്തെ നോക്കുക, ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി. ഏത് കോച്ചിങ് സ്ഥാപനത്തിലും അല്ലെങ്കിൽ കോച്ചിങ് ആപ്ലിക്കേഷനിലോ ഇവർ ആദ്യം എടുക്കുക ഹ്യൂമൻ ബോഡിയുടെ എല്ലാം അങ്ങ് എടുക്കും. ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നതാണ് കണ്ണ്, കാത്, അതുപോലെ മൊത്തം ലിവർ, സ്റ്റൊമക്ക് എന്ന് പറഞ്ഞ് ഇത് തന്നെ ഒരു 30 മണിക്കൂർ ക്ലാസ് എടുക്കും. എന്നാൽ നിങ്ങൾ നോക്കുക, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും കേരള PSC ഈ അടുത്ത് ഒറ്റ പരീക്ഷ പോലും ഈ ഏരിയ ചോദ്യം ചോദിച്ചില്ല. ഇവിടെ ചോദ്യം ചോദിച്ചത് ഏതാണെന്ന് ഞാൻ പറയാം. ഇവിടെ ഏറ്റവും ചോദ്യം ചോദിച്ചത് ഒന്ന് ഡെഫിഷ്യൻസി ഡിസീസ് എന്നുള്ള രീതിയിലും, 2 കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതുപോലെ അതിൻ്റെ വെക്ടേഴ്സ്, അതായത് രോഗകാരികളും എന്നുള്ള ഒരു ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അല്ലാണ്ട് ഹ്യൂമൻ ബോഡി പണ്ടാണ് ഇന്നർ ഇയറിൻ്റെ ഭാഗമാണ് ഏത്, കോക്ലിയ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏത് ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഴയ രീതിയിൽ ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് പേടിക്കേണ്ട. ഇവിടെ പഠിക്കേണ്ട മാത്രം പഠിച്ചു കഴിഞ്ഞാൽ 3ൽ 3 മാർക്ക് നേടാം, അല്ലെങ്കിൽ 3 2 മാർക്ക് നേടാം. അത് ധാരാളം മതി. ഇനി മുന്നോട്ട് വരിക, ഫിസിക്സ്. ഈ ഫിസിക്സ് നോക്കുക, 3 മാർക്കിന് ഇവർ തന്നേക്കുന്നത് 6ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ആ ഒരു സിലബസിലെ മുഴുവൻ സിലബസ് അതേപോലെ തന്നിരിക്കുകയാണ്. ഇത് മുഴുവൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അല്ല മോഷൻ, ലൈറ്റ്, സൗണ്ട്, ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ, ഹീറ്റ്, വർക്ക് എന്ന് പറഞ്ഞ് നമ്മളിതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ, പ്രത്യേകിച്ച് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഡയോപ്റ്റർ, അതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാൽക്കുലേഷൻസ്, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കിത് കവർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി കെമിസ്ട്രിയിൽ ഇതുപോലെ തന്നെ 3 മാർക്കിന് ഒരു വലിയ നിര തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഇവിടെ എന്താണ്, നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി. ഇവിടെ ഇനി നോക്കാം, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ. 5 മാർക്കാണ് ഇതിന്. 5 മാർക്ക് 1 ആർട്സ്, 2 സ്പോർട്സ്, 3 ലിറ്ററേച്ചർ, 4 കൾച്ചർ. ഈ 4 എണ്ണത്തിന് കൂടിയാണ് 5 മാർക്ക്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ സ്പോർട്സിൽ നിന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ 2018 ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അതൊക്കെ പഠിച്ചെഴുതാൻ പറ്റുമോ? നമ്മളെ കൊണ്ട് ഒരിക്കലും സാധ്യമായ കാര്യമല്ല. അപ്പോൾ ഇവിടെ ആണെങ്കിലും നമ്മൾ വേണ്ടത് മാത്രം പഠിച്ച്, കാരണം എന്താണ്, ഇവിടെ നമ്മൾ കോമ്പറ്റീഷൻ എക്സാമാണ്, നമ്മളെപ്പോലെ തന്നെയാണ് മറ്റൊരു ഉദ്യോഗാർത്ഥിയും. അവിടെ ആര് സ്മാർട്ടായിട്ട് പഠിക്കുന്നോ അവർ വിജയിക്കും. ഓക്കെ, അല്ല ഞാൻ കൂടുതൽ സമയം പഠിച്ചതുകൊണ്ടോ ഞാൻ കൂടുതൽ പഠിച്ചതുകൊണ്ടോ അല്ല. ഇവിടെ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ അങ്ങനെ ലക്ഷ്യമേ വെക്കരുത്. സിലബസ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ടി സിലബസ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. വേണ്ടത് മാത്രം പഠിക്കുക. അത് പഠിച്ചുകൊണ്ട് തന്നെ അത് നന്നായി റിവൈസ് ചെയ്യുക. പിന്നെ ഒപ്പം തന്നെ ഈ 2019 ശേഷം നടന്ന ഡിഗ്രി ലെവൽ എക്സാംസ്, പ്രത്യേകിച്ച് അതൊക്കെ ഒന്ന് KSൻ്റെ 2 പേപ്പേഴ്സ്, പേപ്പർ 1 പേപ്പർ 2 നടന്നിട്ടുണ്ട്. ഒന്നത് അതുപോലെ ഡിഗ്രി ലെവൽ ഒരു ഫസ്റ്റ് സ്റ്റേജ് നടന്നിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ മെയിൻസ് നടന്നിട്ടുണ്ട്. പിന്നെ ഡിഗ്രി ലെവൽ 2ാം വട്ടം നടന്നിട്ടുണ്ട്, അതിൻ്റെ പ്രിലിംസും മെയിൻസും നടന്നിട്ടുണ്ട്. അത് കുറേയധികം എക്സാംസ് 2ാം വട്ടം നടന്നതിലാണ് സെക്രട്ടറി അസിസ്റ്റൻറ്റ്, അതുപോലെ കുറേയധികം എക്സാംസ് ഉണ്ട്. ഇനി 3ാം വട്ടം ഈ നടന്ന പ്രിലിംസ് ഉണ്ട്. എങ്ങനെ പോലെ ഒരു 15 പേപ്പേഴ്സ് ഉണ്ട്. ഈ 15 പേപ്പേഴ്സ് നോക്കിക്കൊണ്ട് അത് പ്രാക്ടീസ് ചെയ്താൽ മതി. കാരണം എന്താണ്, ഇതേ ക്വസ്റ്റ്യൻ സെറ്റിംഗ് ടീം തന്നെയാണ് വീണ്ടും ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ബുദ്ധിമുട്ടില്ല. ഇനി ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത്, കാരണം ഇവിടെ നമുക്ക് ഫേമസ് ട്രോഫീസ് ഇതൊന്നും ഇപ്പോൾ ചോദിക്കുന്നേ ഇല്ല. ഓക്കെ, ആകാൻ കപ്പ് ഏതുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ LGSലോ അല്ലെങ്കിൽ വേണമെങ്കിൽ LD ക്ലർക്ക് അങ്ങനെയുള്ള ഇതിലൊക്കെ ചോദിക്കാം. ഒരിക്കലും ഡിഗ്രി ലെവലിൽ ഇനി ചോദിക്കാൻ പോകുന്നേ ഇല്ല. ഇനി താഴേക്ക് വരുമ്പോൾ ഇവിടെ കൾച്ചറായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. ഇനി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ 3 മാർക്കാണ്. ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പോകാനുള്ളൂ. ഇതിലെന്നും ചോദിക്കുന്ന ഒരു കാര്യമാണ് സൈബർ ക്രൈംസും അതുപോലെ സൈബർ ലോസും. 66F, സെക്ഷൻ 66F എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കിയിട്ട് വരിക. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള സെക്ഷനാണ്. അങ്ങനെയുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ട്, അത് നോക്കിയാൽ മാത്രം മതിയാവും. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ കമ്പ്യൂട്ടറിന് അടുത്ത ഒന്നാണ് 13 മാർക്കുള്ള ഇമ്പോർട്ടൻ്റ് ആക്ട്സ്. ഇതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, കാരണം ഇതാണ് സ്പെഷ്യൽ ടോപ്പിക്സ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഇത് പുതിയ ഏരിയയാണ്. പുതിയ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ചോദ്യങ്ങൾ താരതമ്യേന എളുപ്പമായിരിക്കും. അത് കാരണം വെച്ചാൽ ചരിത്രം എന്നുള്ളത് 5 മാർക്കേ ഉള്ളൂ. അത് ചോദിച്ച് പഴയ ഏരിയ. അവിടെ എങ്ങനെയാണ് ഇത് ചോദിക്കുന്നത്? ഇത് വീണ്ടും പഴയത് ചോദിക്കാതിരിക്കാൻ വേണ്ടി അവർ പുതിയ ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. പുതിയ ചോദ്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. എന്നാൽ ഇവിടെ നോക്കുക, ഇത് പുതിയ ഏരിയയാണ്. ഈ 13 മാർക്കുള്ളത് പുതിയ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിച്ച് പഠിക്കണം. ഈ 13 മാർക്കിൽ 10 മാർക്ക് നേടിയിരിക്കണം.
കാരണം ചരിത്രം ഈ PSC പഠനം ആരംഭിച്ച് ചിലപ്പോൾ 1-2 കൊല്ലമായ എല്ലാവരും ഏതൊക്കെ പഠിച്ചിട്ടുണ്ടാവും? ചരിത്രം പഠിച്ചിട്ടുണ്ടാവും, ഭൂമിശാസ്ത്രം പഠിച്ചിട്ടുണ്ടാവും, ഭരണഘടന നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ആൾക്കാരൊന്നും പഠിക്കാത്ത ഏതാണ്? ഈ ഇമ്പോർട്ടൻ്റ് ആക്ട്സുള്ള ഈ 13 മാർക്കാണ്. ഇവിടെ ആര് മുന്നിൽ നിൽക്കുന്നോ അവരായിരിക്കും റാങ്ക് ലിസ്റ്റ് മുന്നിൽ വരിക അല്ലേ? കാരണം ഇതെല്ലാവർക്കും ഒരേപോലെയാണ്. ഈ ഒരു സിലബസ് വന്നപ്പോഴാണ് ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിവുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു 50 ദിവസത്തെ ഒരു പ്രോഗ്രാമാണ്. 50 ദിവസത്തെ പ്രോഗ്രാമിൽ കുറേ നമുക്ക് ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. അതിൽ ബാക്കിയുള്ളത് നമുക്ക് പെയ്ഡായിട്ടുള്ള കുട്ടികൾക്കാണ് ഉണ്ടാകുക. എന്തായാലും ഇതിൽ 50 ദിവസത്തെ ക്ലാസ് പറയുമ്പോൾ ഒരു ദിവസം 2 മണിക്കൂർ വെച്ച് 15 to 100 hours ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ഏരിയയിലേക്കായിരിക്കും. ഓക്കെ, ഈ ഏരിയയുടെ ക്ലാസ്സുകൾ, ഈ ഏരിയയുടെ നോട്ട്സ് ആയിരിക്കും. ഒപ്പം തന്നെ മറ്റേ ഏരിയ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ മാർക്ക് അനുസരിച്ച്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഹൈ ഫോക്കസ് ഏരിയകൾ മാത്രമായിരിക്കും. ഓക്കെ, അത് പ്രത്യേകം മനസ്സിൽ വെക്കുക. ഇനി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇതിൻ്റെ കണ്ട യൂണിറ്റ് 2 നാഷണൽ പോളിസീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതാണ് ഇവിടെ നോക്കിയിട്ട് പോകേണ്ടത്. ഇനി രണ്ടാമതോടെ നോക്കിയിട്ട് പോകേണ്ടതോ കറണ്ട് അഫയേഴ്സ് ആണ്. പക്ഷേ കറണ്ട് അഫയേഴ്സ് എത്ര എന്ന് വെച്ച് നോക്കാൻ പറ്റും? കറണ്ട് അഫയേഴ്സ് പറഞ്ഞാൽ ഇന്ന വർഷം എന്ന് നോക്കാൻ അവിടെ പറഞ്ഞിട്ടില്ല, കറണ്ട് അഫയേഴ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മളിവിടെ ആലോചിച്ചിരിക്കുന്നത് 2022 ജനുവരി മുതൽ 2023 ജൂൺ ജൂലൈ വരെയുള്ള കറണ്ട് അഫയേഴ്സ്, അതായത് കഴിഞ്ഞ 1.5 വർഷത്തെ കറണ്ട് അഫയേഴ്സ് വളരെ വ്യക്തമായിട്ട് നോക്കിയിട്ട് പോവുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മളിവിടെ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട്സ് ആവശ്യമുള്ളവർക്ക് ടെലിഗ്രാം ചാനൽ കയറി നോക്കിയാൽ കാണാം, എൻ്റെ സാമ്പിൾസ് കാണാം. എനിക്ക് പറയാൻ പറ്റുന്ന കേരളത്തിലെ ബെസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോട്ട്സ്. അതെന്തുകൊണ്ടാണ് അത്രയും എഫക്റ്റീവായിട്ട്? കാരണം സാധാരണ കറണ്ട് അഫയേഴ്സ് നോട്ട്സ് എങ്ങനെയാണ്? ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു റീഡബിലിറ്റി ഇല്ലാതാണ് വരിക. നമ്മുടെ കറണ്ട് അഫയേഴ്സ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് ഓരോ മാസത്തെയും 50 പേജ് അങ്ങനെയുള്ള പല പേജിൽ വരുന്നുണ്ട്. അതിൽ നല്ല കളർഫുള്ളായിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് വായിക്കാൻ റീഡബിലിറ്റി ഉണ്ടാവും. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇവിടെ തീർച്ചയായിട്ടും മറ്റൊന്നുള്ളത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയാണ്. അപ്പോൾ അത് 10 മാർക്ക്. അത് എല്ലാ എക്സാമിനും അങ്ങനെ തന്നെയാണ്. 5 മാർക്ക് വെച്ച്, മാത്സിന് 5 മാർക്ക്, മെൻ്റൽ എബിലിറ്റിക്ക് 5 മാർക്ക്. അതിൽ നിങ്ങൾക്കൊരു ചിലപ്പോൾ മാത്സ് കുറച്ച് ടഫായിട്ട് വരും. അപ്പോൾ അവിടെ മാത്സ് മുഴുവൻ അങ്ങ് ചെയ്താക്കാൻ വിചാരിക്കരുത്. 5 മാർക്കിൽ നമുക്കൊരു 3 മാർക്ക് മതിയാവും. മെൻ്റൽ എബിലിറ്റിയിൽ തീർച്ചയായിട്ടും ഒരു 5 മാർക്കിൽ 4 മാർക്ക് പിടിക്കാം. ചില 1-2 ചോദ്യങ്ങൾ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഡയറക്ഷൻ, ബ്ലഡ് റിലേഷൻസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിയാൽ ധാരാളം അത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അടുത്തൊന്നുള്ളത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലേക്ക് വന്നു കഴിഞ്ഞാൽ 10 മാർക്കാണ്. ഈ ഇടയിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചിലത് ടഫാണെങ്കിൽ പോലും നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പോയാലും ഒരു 7 മാർക്കിന് മുകളിൽ പിടിക്കാം. ഓക്കെ, ചില ടഫായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നെഗറ്റീവ് വരാം, എന്നാൽ പോലും ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി മലയാളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാത്തിലും ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളത് മലയാളമാണ്. റീജിയണൽ ആണെങ്കിൽ മലയാളത്തിന് നമ്മളിവിടെ തരുന്ന മെറ്റീരിയൽസ് നമ്മുടെ സാറിൻ്റെ ക്ലാസ്സുകൾ മാത്രം മതിയാവും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ. ഒരു സംശയം വേണ്ട. കാരണം വെച്ചാൽ മലയാളം ഇതുവരെ വന്നതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള, അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള മലയാളമാണ്. മലയാളത്തിൽ 10ൽ 9 മാർക്കെങ്കിലും നേടാൻ സാധിക്കണം. ആ രീതിയിൽ പഠിക്കണം. അപ്പോൾ ടോട്ടലി ഞാൻ പറയാം, നമ്മുടെ ഒരു ടാർഗറ്റ് എങ്ങനെയായിരിക്കണം? 100-ൽ 70 മാർക്ക് അല്ലെങ്കിൽ 80 മാർക്കിൻ്റെ അടുത്ത് 70 to 80 ധാരാളം മതിയാവും. ഓക്കെ, ആ മാർക്ക് വാങ്ങാൻ വേണ്ട രീതിയിലുള്ള ഒരു കോച്ചിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള പരിശീലനം നൽകാൻ പറ്റും. അതിനൊപ്പം തന്നെ കുറച്ച് ചോദ്യ പരിശീലനം, ഒപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ്? എലിമിനേഷൻ ടെക്നിക്സ്. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ് ഇൻ്റലിജൻറ്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ്. അത് നമ്മൾ 3 സ്റ്റേജിൽ, അതായത് കീവേഡ് അനാലിസിസ്, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ടാഗ്, ഒപ്പം അവസാനം എലിമിനേഷൻ, അങ്ങനെ 3 സ്റ്റേജിൽ ആൻസർ കണ്ടെത്താം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10ഓളം ഡിഗ്രിയിലോ എക്സാംസ് ക്ലിയർ ചെയ്തിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസിസ്റ്റൻറ്റ് ഡയറക്ടർ നാഷണൽ സേവിംഗ് ആണ്. കാരണം കട്ട് ഓഫ് വന്നത് 60ൻ്റെ മുകളിലാണ്. 60, അതായത് 100-ൽ 60 മുകളിൽ കട്ട് ഓഫ് വന്ന്, അത് മെയിൻസിന് എന്ന് മാത്രമല്ല ആകെ ആ ലിസ്റ്റിലുള്ളത് 120 പേര് മാത്രമേ ഉള്ളൂ. അതിൽ ഉൾപ്പെടാൻ പറ്റിയെന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും ഞാനതൊരു ഭാഗ്യ പരീക്ഷണമായിട്ടൊന്നും കാണുന്നില്ല. എഫക്റ്റീവായിട്ട് പഠിച്ചതിൻ്റെയും സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാതെ ഹൈ ഫോക്കസ് ഏരിയാസ് പഠിച്ചതിൻ്റെയും ഒപ്പം തന്നെ എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിച്ചതിൻ്റെയും ഒരു ഫലമായിട്ടാണത്. അത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ, അതുപോലെ സെക്രട്ടറി അസിസ്റ്റൻറ്റിൽ റാങ്ക് ലിസ്റ്റിൽ 140 റാങ്ക്. പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ യൂണിഫോം സർവീസിൽ SI, എക്സൈസ്, അതുപോലെ ജയിലർ, അതിലൊക്കെ മെയിൻസിൽ ഞാനുണ്ട്. അതിൻ്റെ ഫിസിക്കലിലേക്ക് ഞാൻ പോയിട്ടില്ല, അതുകൊണ്ടാണ്. ബാക്കി അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, മറ്റ് SPCID, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞ് 10ഓളം റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ എൻ്റെ പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ച മെത്തേഡ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പിന്തുടരാം. എനിക്ക് പറയാം, യൂണിവേഴ്സിറ്റി ടെസ്റ്റിൻ്റെ എക്സാം വീണ്ടും ഞാൻ എഴുതി കഴിഞ്ഞാൽ, എൻ്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ആത്മധൈര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പറഞ്ഞ രീതിയിൽ സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് സിലബസ് വേണ്ട രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കവർ ചെയ്യാം. ഒപ്പം തന്നെ എന്ത് ചെയ്യാം,
എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഏത് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ചോദ്യങ്ങളും ഏത് MCQ എക്സാംസ് ക്ലിയർ ചെയ്യാം. കേരള PSC മാത്രമല്ല, ഈ UPSCയിൽ 5 തവണ അടുപ്പിച്ച് പ്രിലിംസ് ക്ലിയർ ചെയ്തതാണ്. അതുപോലെ UPSC മാത്രമല്ല, നെറ്റ്, മറ്റ് JRF എക്സാംസ് ഒക്കെ ഏത് എക്സാംസിനും നമുക്ക് ഈ ഒരു ടെക്നിക്സ് യൂസ് ചെയ്യാം തീർച്ചയായിട്ടും. അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.